ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോർട്ടാർ ആണ്. മോർട്ടാർ. അപ്പൊ സിമെന്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സിമെന്റിനെ പറ്റി ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്നത് മോർട്ടാർ. മോർട്ടാർ എന്താണ് മോർട്ടാർ എന്ന് പറഞ്ഞാൽ അതിൽ ലേണിംഗ് സ്പെസിഫിക് ഔട്ട്കത്ത് പറഞ്ഞത് ഡിസ്ക്രൈബ് ദ പ്രൊപ്പോർഷൻസ് ഓഫ് ലൈം ആൻഡ് സിമെന്റ് മോർട്ടാർ ഫോർ വാരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് ഓൺ സിമെന്റ് മോർട്ടാർ. ഈ രണ്ട് കാര്യങ്ങളാണ്. വോയിസ് കട്ടാവുന്നുണ്ടോ? ഓക്കെ, I'll check my net. ഇപ്പോഴോ? ഇപ്പൊ വോയിസ് കട്ടാവുന്നുണ്ടോ? ചെക്ക് ചെയ്ത് പറഞ്ഞേ. വോയിസ് കട്ടാവുന്നുണ്ട് എന്നാ ജിഷ്ണു പറഞ്ഞത്. Whether my voice is breaking? ഇല്ല. ഫസീന മുസ്തഫ is telling my voice is still clear. No. Okay. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്യാരി ഓൺ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആയ ടോപ്പിക് ആണ്. ഏറ്റവും സിമ്പിൾ ആയ ഒരു ടോപ്പിക് ഞാൻ എടുത്തിട്ടുള്ളത് മോർട്ടാർ. ആദ്യമായിട്ട് മോർട്ടാറിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ ആരാ വായിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ? Who is going to read this? Deepak, you can read it. Deepak PP, I am unmuting your mic. Deepak PP can read this. Deepak, first sentence. Sir. Yes man, tell me. You can read. വായിക്കട്ടെ. വായിച്ചോ. Mortar is a material used in masonry construction to fill the gaps between the bricks and used in construction. Okay, enough. Mortar binds bricks and blocks together. Wait. അടുത്ത ആളെ വിളിക്കാം. ദേവിക സജീവൻ, you can read the next sentence. Devika Sajeevan, you can read the next sentence. Devika Sajeevan, you can read the next sentence. Mortar binds, you can start. Mortar binds, read it. കേൾക്കുന്നുണ്ടോ? ദേവിക പറയുന്നത് കേൾക്കുന്നില്ല. ദേവിക സജീവൻ. ഹലോ. യെസ്, രണ്ടാമത്തെ സെന്റൻസ് വായിക്കൂ. മോർട്ടാർ ബൈൻഡ്സ് ബ്രിക്സ് ആൻഡ് ബ്ലോക്സ്. ഓക്കെ, ദേവികയുടെ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു. അതായത് നമുക്ക് അവിടെ നിർത്താം. ദേവിക പ്രശ്നമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ, എന്റെ വോയിസ് ബ്രേക്കിംഗ് ഒന്നും ഇല്ലല്ലോ, ആരും ഇല്ല. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മോർട്ടാർ എന്ന പേരിലുള്ള. എന്താണ് ഈ മോർട്ടാർ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ലൈൻ വായിക്കൂ. മോർട്ടാർ ഈസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ masonry construction to fill the gaps between the bricks and blocks used in construction. നമുക്കറിയാം, നമ്മുടെ വീട് കെട്ടുമ്പോഴും പിന്നെ വേറെ എന്ത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ചുമര്, മറ്റു കാര്യങ്ങള്, സ്റ്റേഷൻ എല്ലാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ബ്രിക്ക് തമ്മിൽ യോജിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം? മോർട്ടാർ വേണം. അതുപോലെ നമ്മുടെ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യണം, തേപ്പ് പണി എടുക്കണം, അപ്പോഴും നമുക്ക് എന്ത് വേണം? മോർട്ടാർ വേണം. അപ്പൊ എന്താണ് ഈ മോർട്ടാർ? വാട്ട് ഈസ് എ മോർട്ടാർ? മോർട്ടാറിന്റെ ഫംഗ്ഷൻ എന്താണ്? അതൊരു സംയുക്തമാണ്. മോർട്ടാർ എന്ന് പറഞ്ഞാൽ സിമെന്റും സാൻഡും തമ്മിലുള്ള സംയുക്തമാവാം, സിമെന്റും ലൈമും തമ്മിലുള്ള സംയുക്തമാവാം. ഇതെല്ലാം എന്താണ്? മോർട്ടാറാണ്. മോർട്ടാറിന്റെ പ്രത്യേകത രണ്ട് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? masonry constructionൽ gap, it fills the gap between two. masonry construction, it is used to fill the gap between two bricks. Mortar binds bricks and blocks together to give strength and stability to a wall. If you are constructing a wall, the mortar is used to give strength and stability to the wall. ഇതിൽ ഇയാളാ, നിങ്ങൾ ചിത്രം നോക്കൂ. ഈ ഒരു ഇതാണ് മോർട്ടാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാറില്ല, ഇതൊക്കെയാണ് മോർട്ടാർ. സിമെന്റിന്റെയും സാൻഡിന്റെയും ഒരു സംയുക്തമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് സിമെന്റ് മോർട്ടാർ എന്ന് പറയും. ഈ ലൈം മോർട്ടാർ എന്ന് വേറെ ടൈപ്പ് മോർട്ടാർ. അപ്പൊ അങ്ങനെ പല ഗേജ്ഡ് മോർട്ടാർ. നമുക്ക് പഠിക്കാനുള്ളത് സിമെന്റ് മോർട്ടാർ, ലൈം മോർട്ടാർ. ഇത് മാത്രമേ മാഷ് പഠിക്കൂ, ബാക്കി നിങ്ങൾ. മോർട്ടാർ ഈസ് എ വർക്കബിൾ പേസ്റ്റ്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇറ്റ്സ് എ വർക്കബിൾ പേസ്റ്റ് which is prepared by adding required amount of water to a mixture of binding material.
What is a binding material? Can you please name me any one of the binding materials that we are using now? Vishnu P. Dinesh, you can tell me any of the binding material. Vishnu P. Dinesh, you can tell me one binding material. Vishnu P. Dinesh, tell me one binding material. Tell me one binding material. Any one binding material that is used. അറിയില്ല. വിഷ്ണു പി ദിനേഷ്, ഇറ്റ് ഓഡിബിൾ ടു യു? കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? യെസ്, എനി ബൈൻഡിങ് മെറ്റീരിയൽ, ടെൽ മീ. വിഷ്ണു അറിയില്ലെങ്കിൽ അറിയില്ല പറയാം, ഒരു പ്രശ്നമില്ല. അറിയാവുക ഒരു വിഷുവിന്റെ കാര്യമല്ല. വിഷ്ണു പി ദിനേഷ്, ഈസ് ഇറ്റ് ഓഡിബിൾ? വിഷ്ണു പി ദിനേഷ് ഉണ്ട്, കേൾക്കുന്നുണ്ട്. സിമന്റ് അറിയില്ലല്ലോ. അറിയാം. സിമെന്റ്, ഗുഡ് 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 ഗുഡ്. അപ്പോ എക്സലന്റ്. എന്തായാലും ജിഷ്ണു പി ദിനേഷ് വളരെ നല്ലൊരു ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഗുഡ്. അപ്പോ സിമെന്റ് ആണ്. സിമെന്റ് ഈസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മാട്രിക്സ്. സിമെന്റിന്റെ അതിന് മാട്രിക്സ് എന്നാണ് സിമെന്റിൽ നമ്മൾ പറഞ്ഞ, അത് മീൻസ് മോട്ടാറിൽ അതിന്റെ പേര് മാട്രിക്സ്. ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. സാൻഡ് ഈസ് എ ഫൈൻ അഗ്രിഗേറ്റ്. സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ്. അല്ലെ വേറൊരു പേര് അഡൾട്ടറന്റ് എന്ന് പറയും. ഒരു ടേം ആണ്. അഡൾട്ടറന്റ് ആൻഡ് മാട്രിക്സ് കമ്പൈൻഡ് വിത്ത് വാട്ടർ. വാട്ടർ, അഡൾട്ടറന്റ് ആൻഡ് മാട്രിക്സ് combined together to form mortar. Mortar. Okay. This plastic paste is useful to hold building material as stone, brick together. ഫ്ലാറ്റ് പറഞ്ഞാല് സാൻഡിന്റെയും, സാൻഡ് അല്ല, ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ സാൻഡ് ആവാം, ലൈം ആവാം, എന്തും. എക്സാമ്പിൾ സാൻഡ് പറഞ്ഞു. അപ്പോ ഒരു അഡൾട്ടറന്റും മാട്രിക്സും വാട്ടറും ഇസ് കോൾഡ് മോർട്ടാർ. Is clear? Then some more points are there. In this type, cement used as binding material and sand is used as adulterant. ഇനി നമ്മൾ പോകുന്നത് സിമെന്റ് മോർട്ടാർ ആണ്. ഞാൻ പറഞ്ഞു സിമെന്റ് മോർട്ടാർ. എന്താണ് സിമെന്റ് മോർട്ടാർ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. സാൻഡ് ആവാം, ലൈം ആവാം, പലതും ആവാം. ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ കാണുന്നത് സ്കൂട്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൻപുറം. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ഫൈൻ. ഇവിടെ സിമന്റ് മോർട്ടാറിൽ which is the fine aggregate? Is the fine aggregate? Sand is used as the fine aggregate. ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാ പണിയും. പഴയ കാലത്തില്ല, പഴയ നമ്മളെ മുത്തശ്ശി അവിടെയൊക്കെ ലൈം മോർട്ടാറാണ്. നിങ്ങൾ പഴയ വീടൊക്കെ നോക്കിയാൽ അവിടെ ലൈമാണ് അല്ലെ. കുമ്മായം കൊണ്ടല്ലേ തേച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുമ്മായം കൊണ്ടല്ല, കെട്ടുക കുമ്മായം കൊണ്ടായിരിക്കും അവര് എന്താ പറയേണ്ടത്, തേപ്പ് പണി എടുത്തിട്ട്. ഈ മോർട്ടാർ എന്ന് പറഞ്ഞാൽ കല്ല് കെട്ടാൻ, അതുപോലെ എടുക്കാൻ, എല്ലാത്തിനും ഉപയോഗിക്കും. So, the proportion of cement and sand is decided based on the specified durability and working condition. എത്ര ചട്ടി സിമെന്റ് എടുക്കണം, എത്ര ചട്ടി സാൻഡ് എടുക്കണം, അതൊക്കെ അതിന്റെ ഡ്യൂറബിലിറ്റി. കൂടുതൽ സിമെന്റ് എടുത്താൽ കൂടുതൽ കാലം വീട്ടുന്നു. അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെങ്ത്, സിമെന്റ് കൂടുന്നതോറും അതിന്റെ സ്ട്രെങ്ത് കൂടും. അതിന്റെ കണ്ടീഷൻ എന്താണ്, അതിന്റെ പ്രയോർ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ ഫാക്ടർ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡ്യൂറബിലിറ്റി പറഞ്ഞാൽ അതിന് വീട് നിൽക്കുന്നത്, എത്ര കാലം നിൽക്കണമെന്നില്ല. വർക്കിംഗ് കണ്ടീഷൻസ്, നല്ല മൈൽഡ് കണ്ടീഷൻ ആണോ, മോഡറേറ്റ് കണ്ടീഷൻ, ഏത് കണ്ടീഷൻ ആണ്, എൻവയോൺമെന്റൽ കണ്ടീഷൻ, ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് വി ആർ ടേക്കിംഗ് സം ഡിസിഷൻ വെദർ വി ഹാവ് ടു ടേക്ക് വിച്ച് റേഷ്യോ, ഏത് അനുബന്ധത്തിൽ എടുക്കണം സിമെന്റും സാൻഡും. സിമെന്റ് മോട്ടാർ വിൽ ഗിവ് ഹയർ സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റിവിറ്റി അഗെയിൻസ്റ്റ് വാട്ടർ. സിമെന്റ് മോട്ടാർ മറ്റ് മോട്ടാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ, കമ്പാരബിൾ ടു ദ അതർ മോട്ടാർസ്, ഇറ്റ് ഗിവ്സ് ഹൈ സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റിവിറ്റി അഗെയിൻസ്റ്റ് വാട്ടർ. സെറ്റായി കഴിഞ്ഞാൽ വെള്ളവുമായിട്ടില്ല ഒരു നമുക്കറിയാം, വെള്ളം ഏതിലൂടെയും പെനിട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചു. നമ്മുടെ ചുമരിനൊക്കെ ഒരു നനവ് വരുന്നതൊക്കെ മോട്ടാർ ക്വാളിറ്റി മോശമായാലും ചുമരിന് നനവ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കല്ലിലൂടെ വെള്ളം ഇറങ്ങി ആ തേപ്പിൽ ഒരു തണുപ്പ്, ഒരു നനവ് പറ്റുന്ന, അതൊക്കെ മോട്ടാർ ക്വാളിറ്റിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോട്ടാർ മാത്രമല്ല, വേറെയും പല കാരണങ്ങൾ ഉണ്ടാവാം, പക്ഷെ മോട്ടാർ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ. പക്ഷെ സിമെന്റ് മോട്ടാർ ബെറ്റർ, ദേ ആർ ബെറ്റർ കമ്പയർഡ് ടു ദ ലൈം മോട്ടാർ. അതിന്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞത് 1:2 to 1:6 ആണ്. എന്താണ് 1:2 1:6 പറഞ്ഞാൽ? 1:2 1:3 1:4
1:5, 1:6. ഏത് റേഷ്യോയിൽ വേണം നമുക്ക് തയ്യാറാക്കാം. നോർമലി കണ്ടുവരുന്നത് എന്താണ് ഈ 1:2 പറഞ്ഞാൽ? ഒന്നെന്താണ്, ഒരു ചട്ടിയോ എന്ത് വേണം വെയിറ്റ്, ഒരു ചട്ടി രണ്ട് ചട്ടി കുഴി അല്ലെങ്കിൽ ഫൈൻ അതിന്റെ ഒരു ചട്ടി സിമെന്റ് രണ്ട് ചട്ടി കുഴി, അതുപോലെ ഒരു ചട്ടി സിമെന്റ് 3 ചട്ടി കുഴി, ചട്ടി സിമെന്റ് 4 ചട്ടി കുഴി, ചട്ടി സിമെന്റ് ചട്ടി തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇനി വോളിയത്തിൽ നമുക്ക് ഇത് എടുക്കാം, ഒരു ബക്കറ്റ് എടുക്കാം. ഏതെടുത്താലും അതിന്റെ അനുബന്ധം അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. 1:2, 1:3, ഇതിങ്ങനെയാണ് അതിന്റെ പ്രപ്പോർഷൻ വരുന്നത്. ഓക്കെ, the paste is prepared by mixing cement and sand in suitable proportion in addition to the water. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം ആഡ് ചെയ്താൽ മാത്രമേ ഹൈഡ്രേഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്നാൽ മാത്രമേ സിമെന്റ് സെറ്റ് ആവും. വെള്ളമാണ് ഇതിന് മെയിൻ ഫംഗ്ഷൻ. വെള്ളത്തിന് വലിയ പ്രാധാന്യം. The general proportion is 1 part of cement into 2 to 8 parts of clean sand. ഇത് പറഞ്ഞത് 2 to 8 പറഞ്ഞു, നോ പ്രോബ്ലം. 2 to 8 2 to 6. This mortar must be used within half an hour. നമുക്കറിയാം ഒരു സിമെന്റ്, അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നേ ഉള്ളൂ. ടെസ്റ്റ് ഓഫ് സിമെന്റ് ഞാൻ എടുത്തു വെച്ചു. ഇതിൽ പറഞ്ഞത് സെറ്റിംഗ് ടൈം ഒക്കെ നമ്മൾ ഓൾറെഡി ജസ്റ്റ് സൂചിപ്പിച്ചു. സിമെന്റ് 30 മിനിറ്റ് ഇട്ടാൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആവും, പെട്ടെന്ന് സെറ്റ് ആവും സിമെന്റ്. 30 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഇനീഷ്യലി അതിന്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സിമെന്റിൽ അധികം നമുക്ക് അനക്കാൻ പറ്റില്ല. അതുകൊണ്ട് 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, മോട്ടാർ ആയാലും 30 മിനിറ്റ്സിനുള്ളിൽ മിക്സ് ചെയ്യും. ഈ 30 മിനിറ്റിനുള്ളിൽ മിക്സ് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്തായി, പിന്നെ ഈ മോട്ടാറിൽ കത്തി വെച്ചാൽ ഒരു പിടുത്തം വരും. അതായത് സിമെന്റ് സെറ്റായി തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സിമെന്റ് സ്റ്റാർട്ട് സെറ്റിംഗ്. അപ്പോൾ 30 മിനിറ്റ്സിനുള്ളിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കണം. തേപ്പോണി എടുക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിൽ ചുമരിലേക്ക് അടിച്ചു കൊടുക്കും. അതിന്റെ ഒരു കണക്ക്. This type is used for all engineering works. For high strength is desired such as load bearing walls. നമ്മുടെ വീട്ടിലെ സാധാരണ ചുമരിന ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോഡ് ബിയറിംഗ് വാൾസ്, ലോഡ് താങ്ങുന്ന വാൾസ്. ഡീപ്പ് ഫൗണ്ടേഷൻ, വലിയ വലിയ ഫൗണ്ടേഷൻസ്. നമ്മുടെ വീട്ടിന്റെ ഫൗണ്ടേഷൻ പൈൽ ഫൗണ്ടേഷൻ, പൈലുകളൊക്കെ അടിച്ചു പൈലിന്റെ കവറിങ് അത് കാര്യങ്ങളൊക്കെ. ഫ്ലോറിംഗ് ആർ യൂസിങ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ടൈറ്റ് ആയിട്ട് ഫ്ലോർ, ഇപ്പോഴാണ് എന്താ പറയേണ്ടത്, മാർബിൾ ഫ്ലോറിംഗ് അതൊക്കെ വന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടൊക്കെ എന്തായിരുന്നു, ഇപ്പോഴും പല ഭാഗങ്ങളും സിമെന്റ് ഫ്ലോറിംഗ്. അപ്പോൾ ഫ്ലോറിങ്ങിന് നമുക്ക് സിമെന്റ് മോട്ടാർ ഉപയോഗിക്കാം. ഇപ്പൊ പരീക്ഷക്ക് വാട്ട് ആർ ദി യൂസസ് എന്നൊക്കെ ചോദിച്ചാൽ, when mixing by hand the sand and cement are heaped on a mixing board. ഒരു ബോർഡിന്റെ മേലെ ഹീപ്പ് ചെയ്യുക, പൂര കൂട്ടുക. പിന്നെ വീൽ ബാരോ, വീൽ ബാരോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉന്തിക്കൊണ്ടുപോകുന്ന ഒരു ടയറിലുള്ള ഒരു സാധനമാണ് വീൽ ബാരോ എന്ന് പറയുന്നത്. and repeatedly turned over and until thoroughly mixed. അതിനുശേഷം thoroughly മിക്സ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ബൈറ്റ് ഒരു ബോർഡിലിട്ടാ മിക്സ് ചെയ്യുന്നെങ്കിൽ ആ ഇത് ഉപയോഗിച്ചിട്ട് പരമാവധി എന്ത് ചെയ്യാം, ഇതിനെ മിക്സ് ചെയ്യാം. Repeatedly turned over and until thorough mixing. The color of dry mix will change as the cement is used. നമുക്കറിയാം ഗ്രീനിഷ് ഗ്രേ ആണ് ഇതിന്റെ സിമെന്റിന്റെ കളർ. ഗ്രീനിഷ് ഗ്രേ, ഒരു പച്ച കളറിലുള്ള ഒരു ഗ്രേ കളർ, അതിന്റെ കളർ. അപ്പോൾ ആ ഒരു കളറൊക്കെ ഫുൾ മിക്സ് ആകുമ്പോൾ വേറൊരു കളറിലേക്ക്, ഇപ്പൊ തേപ്പ് പണിക്കൊക്കെ പോകുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. ആ ഒരു കളർ ചേഞ്ച് ആവുന്ന ഒരു മിക്സ് ചെയ്യും. വൺസ് ദ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആർ മിക്സ്ഡ് വാട്ടർ ക്യാൻ ബി ആഡ്. അതിനുശേഷം നടുക്കൊരു കുഴിയാക്കിയിട്ട് അദ്ദേഹം ചെയ്യുന്നത്, നടുക്കൊരു കുഴിയാക്കിയിട്ട് ഇത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, വെള്ളം ആഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം ആദ്യം ഡ്രൈ മിക്സ് ആക്കുക, അതിനുശേഷം റൈറ്റ്. ഇത് മിക്സറിൽ വലിയ വർക്കൊക്കെ ആണെങ്കിൽ മിക്സറിൽ ക്യാരി ഔട്ട്. ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ മിക്സർ. When using a mechanical mixer, add half bucket 2 to 3 liter of clean water to the empty drum before adding dry ingredients. നമുക്കറിയാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ മിക്സറിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ 2 മുതൽ 3 വരെ ലിറ്റർ വെള്ളം ഒന്ന് മിക്സറിനെ ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2-3 ലിറ്റർ വെള്ളം ആദ്യം ഒഴിച്ചിട്ട് മിക്സർ റെഡി. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കുക, ആഡ് 4 measures of sand then 1 cement followed by. നമുക്ക് 20 മെഷർ സാൻഡും 5 മെഷർ സിമെന്റ് 20 മെഷർ സാൻഡും ആണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഇതിന്റെ റേഷ്യോ എത്രയാണ്? 5:20 എന്ന് പറഞ്ഞാൽ 1:4 തന്നെയാണ് അല്ലേ? അപ്പോ ഈ 1:4 നമ്മൾ 5 പ്രാവശ്യം ഇട്ടാൽ നമ്മൾ ഒരിക്കലും ആദ്യം തന്നെ 5 ചട്ടി സിമെന്റും 20 ചട്ടി പൂഴി ഘട്ടം ഘട്ടമായി ചെയ്യും. ആദ്യം 1 ചട്ടി സിമെന്റ് അതൊന്ന് മിക്സ്, വീണ്ടും 1 ചട്ടി സിമെന്റ് 4 ചട്ടി പൂഴി അത് മിക്സ് ചെയ്യും.
വീണ്ടും ഒരു ചട്ടി സിമെന്റ്, അങ്ങനെ 5 പ്രാവശ്യം ചെയ്യും. ഡു ഇറ്റ് 5 times. 5 into 1 5 into 4 20. അപ്പൊ നമുക്ക് എന്തായി, നമുക്ക് വേണ്ട എമൗണ്ട് നമുക്ക് മെയിൻറ്റെയിൻ. ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ 2 പോയിന്റിൽ പറഞ്ഞിട്ടില്ല അതാണ്. Again the water is added to the revolving drum once the dry ingredients are thoroughly blended. Once the dry ingredients are thoroughly blended, add some amount of water. നമ്മുടെ കൺസിസ്റ്റൻസി നമുക്ക് എത്രയാണ് വേണ്ടത്, നമ്മൾ എത്രയാണ് അതിന്റെ ഒരു പേസ്റ്റിന്റെ എന്താ പറയേണ്ടത്, അതിന്റെ കൺസിസ്റ്റൻസി എന്നാണ് പറഞ്ഞത്. അതിന്റെ ആ ഒരു ടെസ്റ്റ് ഒക്കെ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കിട്ടിയിരുന്നു. അതും കൂടെ വരുന്നുണ്ട്. ടെസ്റ്റ് ഓൺ സിമെന്റ്, അതിൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു. എന്താണ് കൺസിസ്റ്റൻസി എന്ന് അവിടെ മാഷ് പറഞ്ഞു. അപ്പോ അത് ആ കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മൾ വെള്ളം ആയി. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. then comes ലൈം മോർട്ടാർ. ലൈം മോർട്ടാർ എന്ന് പറഞ്ഞാൽ സിമെന്റ് മോർട്ടാറിന് വ്യത്യസ്തമായ സംഭവമാണ് ലൈം. ഇതിൽ ബൈൻഡിംഗ് മെറ്റീരിയൽ ലൈമാണ്. ഇൻസ്റ്റെഡ് ഓഫ് സിമെന്റ് വി ആർ യൂസിങ് lime as binding material. There are 2 types of lime, namely fat lime and hydraulic lime. എന്തൊക്കെ ലൈം ഉണ്ട്? ഫാറ്റ് ലൈം. ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ എമിനൻലി ഹൈഡ്രോളിക് ലൈം, പല ലൈമിന്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി ഫാറ്റ് ലൈം ഇൻ ലൈം മോർട്ടാർ require 2 to 3 times of sand. ഫാറ്റ് ലൈം ആണെങ്കിൽ 2 മുതൽ 3 ടൈപ്പ് സാൻഡ് ആണ് വേണ്ടത്. and it is used for dry work. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഇനി ഹൈഡ്രോളിക് ലൈം ഉപയോഗിക്കുന്നെങ്കിൽ 1:2 റേഷ്യോയിൽ വേണം മിക്സ് ചെയ്യാൻ. It gives good results in damp condition. Damp condition എന്ന് പറഞ്ഞാൽ നനവുള്ള കണ്ടീഷനാണ്. And also suitable for water logged areas. അറിയാം, കുട്ടനാട് പോലെയുള്ള വാട്ടർ ലോഗ്ഡ് ഏരിയാസിൽ, കുട്ടനാട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, സമുദ്രപ്പം താഴെ വാട്ടർ എപ്പോഴും ഒരു പാടത്തിന്റെ അടുത്തൊക്കെയുള്ള ബിൽഡിംഗ് ഒക്കെയാണ്. We are going for. And nowadays lime mortar is not at all preferred. In ancient times we were using. Nowadays we are preferring cement mortar. The lime mortar has high plasticity, so it can be placed easily. നല്ല പ്ലാസ്റ്റിക് സാധനമായിരിക്കും, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എന്നാണ് പറയുന്നത്. The paste is prepared by mixing lime and sand or surki, suitable proportion in addition to. ചില നേരത്ത് നമ്മൾ ഈ സാൻഡിന് പകരമായിട്ട് സുർക്കി എന്ന് പറഞ്ഞ സാധനം, സുർക്കി എന്ന് പറയും. എന്താണ് ഈ സുർക്കി? സുർക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലേ, അല്ലെങ്കിൽ നമുക്കറിയാം ക്ലേയിൽ നിന്നാണ് ബ്രിക്ക് ഉണ്ടാക്കുന്നത് അല്ലെ. ഈ ബ്രിക്കിനെ നമ്മൾ പൊടിച്ചുണ്ടാക്കുന്ന പൊടി, ഇതാണ് സുർക്കി. ഈ പൊടിയും ഈ ലൈമും കൂടെ മിക്സ് ചെയ്താൽ നല്ല ബൈൻഡിങ് മെറ്റീരിയൽ. നമ്മുടെ പഴയ വീട്ടിൽ അതൊക്കെ നമ്മളെ പഴയ വീട്ടിലെ ചുമര് കുത്തി പൊട്ടിച്ചാൽ ചുവന്ന പൊടിയൊക്കെ കാണാൻ പറ്റും. ശരിക്കും ചുവന്ന പൊടി ഉണ്ടാവും, സുർക്കിയാണ്. വിവർ ബി യൂസിങ് സുർക്കി. അപ്പോ ലൈമിന്റെ ഒപ്പം നമുക്ക് ഏത് ഉപയോഗിക്കാം? സാൻഡോ സുർക്കിയോ ഉപയോഗിക്കാം. എന്നാലും ലൈം മോർട്ടാർ എന്ന് തന്നെയാണ് അത് പറയുന്നത്. If surki is to be added in lime mortar, the equal proportions of sand and surki. ഇനി സാൻഡും സുർക്കിയും രണ്ടും വേണമെങ്കിൽ നമുക്കൊരു എമൗണ്ട്. അങ്ങനെ പല വിധത്തിൽ ലൈം മോർട്ടർ എന്ന് പറഞ്ഞാൽ ലൈം ഈസ് ദ ബൈൻഡിങ് മെറ്റീരിയൽ. ദെൻ അതർ തിങ് നമുക്ക് സാൻഡ് ഓർ സുർക്കി, സാൻഡ് ആൻഡ് സുർക്കി, സാൻഡ് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിൽ ചെയ്യാം. These mortar are inferior to cement mortar. സിമെന്റ് മോർട്ടാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് അത്ര നല്ലതല്ല. They are not as good as സ്ട്രെങ്ത് ബേസിസിലായാലും ഇനി ഏത് ബേസിസിലായാലും they are not. These mortar should not be used for underground work. അറിയാം, അണ്ടർഗ്രൗണ്ട് ഭൂമിയുടെ അടിഭാഗത്തുള്ള ഫൗണ്ടേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ ആസ് ദ സെറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ അവ സെറ്റ് ആവും. ഓക്കെ, അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഡാമ്പ് കണ്ടീഷനിൽ, നനവുള്ള സമയത്ത് ബ്രേക്കപ്പ്, ക്രാക്കുകൾ വരുന്നതായി അണ്ടർഗ്രൗണ്ട് കണ്ടീഷനിൽ ഉപയോഗിക്കില്ല. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എക്സ്പോഷർ വരുമ്പോൾ, ചെറിയ എക്സ്പോഷർ ഇതാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരും, അപ്പൊ അത് സെറ്റ് ആവും, നോ പ്രോബ്ലം. പക്ഷേ നനവ് വീണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ക്രാക്ക് സംഭവിക്കും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കും. This type is used for construction work above ground level. Ground ലെവലിലുള്ള കൺസ്ട്രക്ഷൻ വർക്കിന്റെ മുകളിലുള്ള കൺസ്ട്രക്ഷൻ this type of thing ഉപയോഗിക്കാം, പ്രിഫറബിൾ ആണ്, ഓക്കെ ആണ്. ഒരു 2-3 ബിൽഡിങ്സിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈം മോർട്ടാർ നിങ്ങൾ നോക്കുക. ഒരു ടാബുലാർ കോളം, ഇതൊന്നും ഞാൻ വായിച്ചിട്ട് സമയം കളയുന്നില്ല. അപ്പം ഒരു 1 മുതൽ 12 വരെ ഏത് പ്രപ്പോർഷനിൽ ഏതൊക്കെ മോർട്ടാർ മിക്സ് ചെയ്യണം, ഇത് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഏത് നേച്ചർ ഓഫ് വർക്കിന് ഞാൻ 1-2 വായിക്കാം. കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയാസ് ആൻഡ് എക്സ്പോസ്ഡ് പൊസിഷൻ. വാട്ടർ ലോഗ്ഡ്, വെള്ളം ലോഗ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടനാട് പോലെയുള്ള പ്രദേശത്ത് വാട്ടർ, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ടത്തിന്റെ അടുത്തുള്ള ഒരു വീട് വെക്കുകയാണ്, അങ്ങനെയുള്ള സ്ഥലത്ത് സിമെന്റോ അല്ലെങ്കിൽ ലൈം വാട്ടർ
1:3 പ്രപ്പോർഷനിൽ. ലൈം എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. ലൈമിന് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്. ഇനി ഡാം പ്രൂഫ് കോഴ്സ്. നമുക്കറിയാം ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനിൽ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിനും ചുമരിനും ഇടക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തിൻ ലെയർ ആണ്. ശരത് മാഷ് പഠിപ്പിച്ചിട്ടുണ്ട് ബിൽഡിംഗ് പ്ലാനിങ്ങിൽ. അപ്പോ ആ തിൻ ലെയർ നമുക്ക് ഏത് കൊണ്ട് കൊടുക്കണം? സിമെന്റ് മോട്ടാർ പ്രപ്പോർഷൻ 1:3. ആ തിൻ ലെയർ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ്. അപ്പോൾ അത് നമുക്ക് 1:2 പ്രപ്പോർഷൻ. അങ്ങനെ ഓരോന്നും ജനറൽ RCC വർക്ക് ഇന്റലൊക്കെ ആണെങ്കിൽ 1:2. കോൺക്രീറ്റ്, ഇനി കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1:2 ആവശ്യമില്ല, ഇത് മാത്രം മതി മോട്ടാർ പ്രപ്പോർഷൻ. ഇനി ഇതിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. പോയിന്റിംഗ് വർക്കിന് മോട്ടാർ പ്രപ്പോർഷൻ 1:1. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത് നാലാമത്തത് മാത്രം ഞാൻ പറയാം. ഇന്റേണൽ വാൾസ് ആൻഡ് സർഫസ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ്, വളരെ ലെസ് ഇമ്പോർട്ടന്റ് ആയ ഇന്റേണൽ വർക്ക് ആണെങ്കിൽ നമുക്ക് ലൈം സിൻഡർ മോർട്ടാർ എന്ന് പറഞ്ഞ ഒരു മോർട്ടാർ. ഇതാണ് ലൈം സിൻഡർ മോർട്ടാർ. ലൈം പ്ലസ് ഏതെങ്കിലും സിൻഡർ എന്ന് പറഞ്ഞാൽ ആഷാണ്, ചാരം, ഏതിന്റെങ്കിലും ചാരം എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റിന്റെ ആക്ഷൻ ചെയ്യും. ഏതെങ്കിലും ചാരം, അതിപ്പോ കുമിക്കരി ഉപയോഗിച്ചാൽ മതി. റൈസ് ഹസ്ക് ആഷ് വേണം, കരി വേണം. ലൈം പ്ലസ് 1:3. അപ്പൊ അങ്ങനെ അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ലൈം സിൻഡർ മോർട്ടാർ. അപ്പോ അത്തരത്തിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മാഷ് വായിക്കുന്നില്ല, നമ്മൾ വായിച്ച് പഠിക്കും. പോയിന്റിംഗ് വർക്ക്, റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അത് ഏത് മോർട്ടാർ ആണ് എന്ന് പഠിക്കും. റൈറ്റ്? ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഇനി ടെസ്റ്റ് ഓൺ സിമെന്റ് മോർട്ടാർ. മോർട്ടാറിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വാട്ട് ആർ ആൾ ദ ടെസ്റ്റ് വി ആർ കണ്ടക്ടിങ് ഫോർ സിമെന്റ് മോർട്ടാർ? 3 ടെസ്റ്റുകളാണ് ഉള്ളത്. ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്, അഡ്ഹസീവ് ടെസ്റ്റ്. 3 ടെസ്റ്റുകളാണ് മോർട്ടാറിന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു ബ്രിക്ക് വെച്ചോ കല്ല് വെച്ചോ എന്ത് വെച്ചാ കെട്ടുന്നത് വെച്ചോ ആ ബ്രിക്ക് വർക്ക് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാബിലോട്ട് കൊണ്ടുപോകുക എന്നുള്ള, അല്ലെങ്കിൽ ഓൺ ഫീൽഡ് ലാബ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാബിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. അതിനുശേഷം കംപ്രഷൻ, 2 സൈഡിൽ നിന്നും കംപ്രഷൻ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ക്രഷ് ചെയ്യുക. ക്രാക്ക് വരും ഇതിലൂടെ, പൊട്ടുമ്പം ഇതിലൂടെ ഇങ്ങനെ ക്രാക്കുകൾ അപ്പിയർ ചെയ്യും. ഇത് ഡിഫ്ലക്ഷൻ അളക്കാനുള്ള എക്യുപ്മെന്റ്. ഇത്രയാണ് ഇതിന്റെ ഡിഫ്ലക്ഷൻ വരുന്നത്. അത് അളക്കാനുള്ള ഒരു എക്യുപ്മെന്റ്. ഇത് ഡിഫ്ലക്ഷൻ ഗേജ് ആണ്. ലാബിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ലാബിൽ ഒന്നും ചെയ്യൂലെങ്കിൽ ഒരു സിംഗിൾ ബ്രിക്കിന്റെ കംപ്രഷൻ. So the brickwork is crushed in a compression testing machine and the load is noted down. അത്രയാണ് ലോഡ് എന്നുള്ളത്. Then the crushing strength is obtained as load divided by cross section. ഏത് ലോഡിലാണോ ഇത് പൊട്ടുന്നത് ആ ലോഡ് ഇപ്പം 50 കിലോന്യൂട്ടൺ ആണ്. 50 കിലോ അത് മെഷീനിൽ കാണിക്കും എത്ര ലോഡ് ഡിവൈഡഡ് ബൈ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെക്ടാംഗിൾ ആയതുകൊണ്ട് ഈ കല്ല് കെട്ടിയ ഏരിയ എത്രയാണ് അതിന്റെ ആ പ്രതലം, അതിപ്പോ റെക്ടാംഗിൾ ആയതുകൊണ്ട് ഒരു എത്രയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക, ഒരു 60 സെന്റിമീറ്റർ ബൈ 60.6 മീറ്റർ, 0.6 നിൽക്കണം. ഇത്രയും ആയിരിക്കും അതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ഡിവൈഡ് ബൈ ഏരിയ. ഇത്രയാണ് ലോഡ് ഡിവൈഡ് ബൈ ഏത് ഏരിയയിലാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. കംപ്രഷനിൽ ഈ മേസൺറി ടെസ്റ്റ് ചെയ്യുന്നത് crushing strength test. Then we are going for a tensile strength test. Tensile strength test ചെയ്യാൻ വേണ്ടി ഒരു മോർട്ടാർ ബ്രിക്വറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ്. ബ്രിക്വറ്റ് എന്നാണ് ഇത് പറയുന്നത്. അത് ഒരു ബ്രിക്വറ്റ് മോൾഡ്. അതിന്റെ ഒന്നുമില്ല, ബ്രിക്വറ്റ് എന്ന പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. അതിന്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 76 mm ഉയരമാണ്, 52 mm വേണം, 38 mm ടാപ്പർ ചെയ്ത ഭാഗം 32, 38 mm. അതിനുശേഷം ഇതിന്റെ ബ്രിക്വറ്റ് എന്നാണ്. ഈ ബ്രിക്വറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ബ്രിക്വറ്റിനെ നമ്മൾ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കും. ഹൗ ദേ ഹാവ് രണ്ട് എൻഡാ ഉണ്ടാവുക. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ച് വലിക്കുന്നതാണ്. അതായത് ഇതാണ് ബ്രിക്വറ്റ് എങ്കിൽ മുകളിലോട്ട് വലിക്കാം, ഇങ്ങനെ വലിക്കാണ്. ഇത് താഴോട്ട് വലിക്കും, നേരെ മുകളിലോട്ട് വലിക്കും. അതാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോ
ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ അപ്ലൈ ചെയ്യും. ടെൻസൈൽ സ്ട്രെങ്ത് അപ്ലൈ ചെയ്ത് ഇതുപോലെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ക്രാക്ക് വരും. ഇത് വരും, പൊട്ടാൻ വേണ്ടി തുടങ്ങും, ക്രാക്ക്, ആ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോ ഓഫ് ചെയ്യുക. എത്ര കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ ഒരു റീഡിംഗ് മെഷീൻ, ആ റീഡിംഗ് ഗേജ് നോക്കിയാൽ എത്ര മെഷീൻ ആണ്. നേരത്തെ എന്താണോ ചെയ്തത് തന്നെയാണ് ഇവിടെ. എത്രയാണ് അതിന്റെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് മെഷീൻ പൊട്ടാൻ തുടങ്ങും. പൊട്ടിയതിന് ശേഷം അത് നോട്ട് ചെയ്യും. പൊട്ടിയാൽ പിന്നെ അത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയി എന്നാണ്. അതിന് സ്ട്രെങ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഡിവൈഡഡ് ബൈ സെൻട്രൽ ക്രോസ് സെക്ഷൻ ഏരിയ. എത്ര സെൻട്രൽ ക്രോസ് സെക്ഷൻ ഏരിയ? 38/38 ഡിവൈഡ് ബൈ സെൻട്രൽ ക്രോസ് സെക്ഷൻ ഏരിയ. ആ സെൻട്രൽ ക്രോസ് സെക്ഷൻ ഏരിയ 38/38 എന്നുള്ള ചതുരമാണ്. ആ ഒരു 38/38 ആ ഒരു ഏരിയനെ will get the tensile strength. ഇതാണ് മോട്ടാറിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്. Then we are going for adhesive test. Adhesive. എന്താണ് adhesive test എന്ന്? Adhesive ടെസ്റ്റിന് എന്തൊക്കെയാണെന്നുള്ളത് വായിച്ചു. Two bricks are joined together with mortar to be. രണ്ട് ബ്രിക്സ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചിത്രം നോക്കിയാൽ, ഈ ചിത്രം നോക്കുക. ഇതൊരു ബ്രിക്ക് ആണ്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് എ ബ്രിക്ക്? 19x9x9 ആണ് ഒരു ബ്രിക്കിന്റെ സൈസ്. 19 സെന്റിമീറ്റർ നീളവും 9 സെന്റിമീറ്റർ വീതി 9 സെന്റിമീറ്റർ ഡെപ്തുമാണ്. അത് 19x9 ഒരു ബ്രിക്ക് മുകളിൽ വെക്കുക. അതിന്റെ മുകളിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു 19x9 ബ്രിക്ക്. ഇങ്ങനെ ഒരു ബ്രിക്ക് വെക്കുന്നു, ഇനി ഒരു ബ്രിക്ക് വെക്കുന്നു. അതിന്റെ ഇടക്ക് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. ഈ ചിത്രം നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആണ്. ഒരു ബ്രിക്ക് ഇങ്ങനെ വെക്കുന്നു, ഒരു ബ്രിക്ക് ഈ ഡയറക്ഷനിൽ അങ്ങോട്ട് വെക്കുന്നു. അതിന് നടുക്ക് ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ there is some point of contact അല്ലെ? ഈ ഭാഗം പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്, നടുക്കത്തെ ഭാഗം. ആ ഭാഗം പ്ലാസ്റ്റർ ചെയ്യാം, മോട്ടാർ ജോയിന്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്യും. റൈറ്റ്? മോട്ടാർ ജോയിന്റ് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യും. അതിനുശേഷം ഈ ഒരു യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് റിവേഴ്സ് ഇറ്റ്. യൂണിറ്റിനെ ഹാവ് ടു റിവേഴ്സ് ഇറ്റ്. ഇതിനെ കറക്കുക. അതാണ് ഈ ചിത്രം കൊടുത്തിട്ടില്ല. ഇതിന്റെ നേരെ ഇത് ടി ആയിരുന്നില്ലേ, ഇത് ടി ഷേപ്പ് ആയിരുന്നില്ലേ, ഇത് നേരെ തിരിച്ചാ എന്തായി? തിരിച്ച ടി വന്നു, നേരെ തിരിച്ചിടുക. അതിനുശേഷം ഈ എൻഡിൽ ഒരു സസ്പെൻഡർ എന്ന് പറഞ്ഞൊരു സസ്പെൻഡർ വെച്ച് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് സസ്പെൻഡറിൽ ഇങ്ങനെ തൂക്കിയിടും, സഞ്ചി തൂക്കി. അതിൽ വെയിറ്റ് ആഡ് ചെയ്യാം. We have to add the weight. ഒരു വെയിറ്റ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു മരത്തിൽ തൂങ്ങി പിടിച്ച് എന്താ സംഭവിക്കുക? അവസാനം ആ തൂങ്ങിയ മരത്തിന്റെ കൊമ്പ് ചില്ല പൊട്ടൂലേ, പൊട്ടി നമ്മൾ നിലത്തൂലേ? അതേ അവസ്ഥ തന്നെയാണ്. ഈ ജോയിന്റിന്റെ തിക്നെസ് ചെക്ക് ചെയ്യും. ജോയിന്റിന്റെ തിക്നെസ് അല്ല, അതിന്റെ അഡ്ഹസീവ്നെസ്, അതിന്റെ ബോണ്ട് എത്രമാത്രം സ്ട്രോങ് ആണ്. നമ്മൾ ഈ ബ്രിക്കിൽ നിന്ന് ഈ ബ്രിക്കിനെ അടർത്തിയെടുക്കാൻ ശ്രമിക്കും. നമ്മൾ വലിച്ച് ഇവിടെ രണ്ട് കൈയും പിടിച്ചിട്ട് ഇവിടെ വെയിറ്റ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ രണ്ടും വലിക്കാണ്. അഡ്ഹസീവ് എത്രമാത്രം അഡ്ഹഷൻ ഉണ്ട് എന്ന് ചെയ്യും. സോ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അതാണ് ഇതിന്റെ ടെസ്റ്റിന്റെ സെറ്റപ്പ്. ഇനി വായിച്ചു. Two bricks are joined together with a mortar to be. The upper brick is suspended from an overhead. A board is hung from the lower brick. Board എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്, ഈ സസ്പെൻഡർ ഒക്കെയാണ് ബോർഡ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. സസ്പെൻഡർ ആണ് ബോർഡ് എന്ന് വരും. Then weight are added to the board. Sorry, ഇവര് ബോർഡ് പറഞ്ഞാൽ ഉദ്ദേശിച്ചില്ല. ഈ അടിഭാഗത്ത് ഒരു ബോർഡ് എന്ന് പറഞ്ഞ സാധനം, അടിഭാഗത്ത് ബോർഡ് മേലെ. Then weights are gradually increased till the separation of the brick occurs. അതിന്റെ സെപ്പറേഷൻ, ഒരു സെപ്പറേഷൻ ഒക്കർ ചെയ്യുന്ന വരെ നമ്മൾ ഏത് വെയിറ്റിലാണ് ആ ബ്രിക്ക്, മുകളിലത്തെ ബ്രിക്ക് താഴത്തെ ബ്രിക്ക് അടർന്നു വരുന്നത്, ആ ലോഡ് നമ്മൾ കിലോഗ്രാം ആണ്. ആ കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യും, 10 കൊണ്ട് കൂടി നമ്മൾ അതങ്ങ് വിടും. ദാറ്റ് ഈസ് കോൾഡ് ദ അൾട്ടിമേറ്റ് ലോഡ്. അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ എത്രയാണ് അതിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇതിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് എത്രയാണ്? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട്? ഇതിന്റെ കോൺടാക്ട് എത്രയാണ്? 0.9/0.9. ഇതല്ലേ പോയിന്റ് ഓഫ് കോൺടാക്ട്? ഈ ചതുരമല്ലേ അത്? മെഷർ ചെയ്യും. ഒന്നും കൂടെ ഇതിന്റെ പ്രൊസീജിയർ നിങ്ങൾ വായിച്ചോ. The two bricks are placed at right angles to each other.
The mortar is placed to join them so as to form a horizontal joint. If the size of the brick is 19 by 9 by 9, അതായത് 190 mm by 90 mm by 90 mm, a horizontal joint of 90 by 90 will be formed. ആ നടുക്ക് 90 by 90 വരുക. The upper brick is suspended from an overhead support and the weights are attached to the lower brick. Weight attach ചെയ്തുകൊണ്ടേയിരിക്കും. The weights are gradually increased till separation of brick occurs. Gradually മുകളിലത്തെ ബ്രിക്കിന്റെ തൊട്ട് താഴെയാണ് രണ്ടാമത്തെ ബ്രിക്ക് കൊടുത്തിട്ടുള്ളത്. വെയിറ്റ് ആഡ് ചെയ്യുന്നതോറും സെപ്പറേഷൻ ഒക്കെ. അതിനുശേഷം ഏത് ലോഡിലാണോ ബ്രിക്ക് അടർന്നു വരുന്നത് ഡിവൈഡഡ് ബൈ ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഏരിയ, അതായത് കോൺടാക്ട് ഏരിയ പറഞ്ഞാൽ 90 into 90 810 mm² വരും. 85 കിലോ ന്യൂട്ടൺ 85 കിലോയിലാണ് ഇത് അടർന്നു വന്നതെങ്കിൽ 85 divided by 810. ഇതാണ് ഇതിന്റെ അഡ്ഹസീവ്, ഇതാണ് ഇതിന്റെ അഡ്ഹസീവ് സ്ട്രെങ്ത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. എനി ക്വസ്റ്റ്യൻ മീൻസ് യു ക്യാൻ ആസ്ക് യെസ് ഇൻ ചാറ്റ് ബോക്സ്. Sanal KS Appu, have any doubt? Sanal KS Appu. Sanal, are you there? Sanal, he has left the conversation. Adul Raj, you are there? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം എന്തെങ്കിലും. Is there any doubt? Or else I'll wind up the section. Is there any doubt means you can ask me regarding the motor. ഇത് നിങ്ങൾ നോക്കിയിട്ട് ബൈഹാർട്ടിനെ പഠിക്കണം. ഓരോന്നിനും ഓരോ പ്രപ്പോഷണത്തിനാണെങ്കിലും ബൈഹാർട്ട് പഠിക്കണം. ഇത് മാഷ് അധികം ടച്ച് ചെയ്തില്ല. നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ടച്ച് ചെയ്യാതെ. ബാക്കി ടെസ്റ്റിലോ മറ്റിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. Is it clear to all? Is it clear means tell me yes. Is it not clear means no, tell me no in chat box. Anju Vijayan has raised their hand. Yes, is having some doubt. Yes, you tell me what is the doubt. Anju, Adul Raj, you have any doubt? Yes, sir. Yes, tell me. മനസ്സിലായില്ല ഡൗട്ട്. ഡൗട്ട് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ സെഷൻ ഒരു 5 മിനിറ്റിനുള്ളിൽ തീരും. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റേ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം. 5 മിനിറ്റ്. ഇനി എന്തെങ്കിലും ക്ലാസ് ഓക്കെ ആണെങ്കിൽ എസ് ഇടുക, അല്ലെങ്കിൽ നോ ഇടുക. ഈ ഓക്കെ ആണ്, എനിക്ക് ഓക്കെ ആണ്, എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് ഇടുക എല്ലാവരും. അതാണ് സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. ഗോപിക അറ്റൻഡൻസ് എടുത്തിട്ടുണ്ടാവുമല്ലോ, എടുത്തിട്ടുണ്ടാവുമല്ലോ. അഞ്ജന, നെലുഫസ്, റസീന. ഓക്കെ, then we can thank you for cooperating me. So hope you have understood. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരു ക്വിസ് ഞാൻ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ ലിങ്ക് ഇടും. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ see you in the next class. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ see you. Thank you for your patient listening. Okay.